ആളെ തള്ളിയപ്പോ അവര് പറയുന്ന ആള് മരിച്ചു പോയി. നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറാൻ വന്നിട്ട് റെയിൽവേൻ്റെ അടുത്ത് വന്ന് ഇരുന്നപ്പോൾ പോലീസുകാർ വന്നിട്ട് എൻ്റെ ചേട്ടനെയും എൻ്റെ നാത്തിനെയും കൊണ്ടുപോയി. ഇടപ്പള്ളിയിലെ ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ വഴിയോരങ്ങളിൽ ഭിക്ഷയ്ക്കിരിക്കുന്ന, കച്ചവടം നടത്തുന്ന അന്യസംസ്ഥാന സ്വദേശികളുടെ ഒട്ടനവധി മുഖങ്ങൾ നമുക്ക് കാണാം. കൈക്കുഞ്ഞുങ്ങളായും പ്രായമായവരുമായും നമുക്ക് മുന്നിൽ കൈനീട്ടുന്നവരുടെ പിന്നിലെ കഥകൾ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവർക്ക് പിന്നിൽ ഒരു മാഫിയ തന്നെ ഉണ്ടെന്നറിഞ്ഞ വിവരം ലഭിച്ചാണ് ഞങ്ങൾ ഇടപ്പള്ളിയിലേക്ക് ഇറങ്ങിയത്. അവിടെ വെച്ച് ഞങ്ങൾ കണ്ട ചിലരുടെ കഥയിലെ ദുരൂഹത നമ്മൾ ഓരോരുത്തരുടെയും സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ കുടിയേറുന്ന നമ്മുടെ നഗരത്തിലെ തെരുവോരങ്ങൾ നമുക്ക് ഭീഷണിയല്ലേ? അവരുടെ കഥയിലെ സത്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കേട്ട് മനസ്സിലാക്കൂ. ഞങ്ങളിവിടെ ചെറുപ്പത്തിൽ ആക്രി പറക്കാൻ വേണ്ടി ആക്രി, കൊട, ചെരുപ്പ് ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് എൻ്റെ കൊച്ചി ഇവിടെയാണ്, ആലുവയിലാണ് പഠിക്കുന്നത്. എന്നാൽ കൊച്ചിനെയും സേഫ്റ്റി ആക്കിയിട്ട് നമുക്ക് നാട്ടിന് പോകാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചേട്ടനും എൻ്റെ നാത്തുനെയും വന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ആലുവ പോയി. ആക്രി തള്ളു വണ്ടി കൊണ്ട് ആലുവ പോയി. ആലുവ വന്നിട്ട് ആലുവയിൽ ഇരിക്കാൻ സേഫ്റ്റി ഇല്ല. അവിടെ നിന്നിട്ട് നേരെ തൃശ്ശൂരോട്ട് പോയി. ഇങ്ങനെ ആക്രി പറിക്കൊണ്ട് എത്ര ഇങ്ങനെ പോയി. ഈ ആക്രി പറിക്ക് പൈസ ഉണ്ടാക്കി നമ്മൾ ആഹാരം മേടിച്ച് തിന്നാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നു. അങ്ങനെ തൃശ്ശൂർ സെക്കൻഡ് സ്റ്റാൻഡ് അവിടെ ചെന്നപ്പോൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു. കഞ്ഞി ഇതെല്ലാം വെച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ നാത്തുൻ്റെ അടുത്ത് വന്നിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ വന്നപ്പോൾ എൻ്റെ ചേട്ടനും എൻ്റെ കെട്ടിയവനും എളിച്ചിട്ടാണ് പിടിച്ച് തല്ലി. ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറാൻ വന്നിട്ട് റെയിൽവേൻ്റെ അടുത്ത് വന്ന് ഇരുന്നപ്പോൾ പോലീസുകാർ വന്നിട്ട് എൻ്റെ ചേട്ടനെയും എൻ്റെ നാത്തിനെയും കൊണ്ടുപോയി. അപ്പോൾ ഇവരിനെ കണ്ടില്ലല്ലോ പറഞ്ഞ് ഞങ്ങൾ തിരക്കി നടക്കുമ്പോൾ പിന്നെ സാറുമാർ വന്നിട്ട് പറഞ്ഞ് നിൻ്റെ ചേട്ടനും കെട്ടിയവനല്ല ഔത്തുണ്ട്, വാ അങ്ങനെ പറഞ്ഞു. അവിടെ പോകുമ്പോൾ എൻ്റെ നാത്തിനാണ് എന്നെയും ഒരു ഹോസ്റ്റലിൽ കൊണ്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അച്ഛന് വയ്യാത്തതാ, അമ്മയില്ല. അപ്പോൾ അച്ഛനെ അടുത്ത് ഞാൻ പോകുമ്പോൾ നാണി എൻ്റെ നാത്തിനെയും പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ നാത്തിനെ ഇപ്പോൾ തമിഴ്നാട്ടില്ല, അവളിപ്പോൾ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ആലുവയിലായിരുന്നു ആദ്യം ലക്ഷ്മിയുടെയും കുടുംബത്തിന്റെയും താമസം. അതിനുശേഷം ആലുവയിലെ ജീവിതം ഇവർക്ക് സേഫ് അല്ലെന്ന് തോന്നിയപ്പോൾ അവർ തൃശൂർ ശക്തൻ സ്റ്റാൻഡിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ആക്രി വിറ്റും പെറുക്കിയും ജീവിച്ച് കഞ്ഞിവെച്ച് കുടിച്ചാണ് അവരവിടെ കിടന്നിരുന്നത്. അതിനുശേഷം ഒരു ദിവസം തന്റെ സഹോദരിയെ ഒരാൾ കയറിപ്പിടിച്ചപ്പോൾ തന്റെ സഹോദരനും ഭർത്താവും ചേർന്ന് അയാളെ തള്ളിമാറ്റി. തൊട്ടുപിന്നാലെ ആ തള്ളപ്പെട്ട വ്യക്തി മരിക്കുകയും അതിന് പിന്നാലെ ഇവരുടെ ഭർത്താവിനെയും സഹോദരനെയും പോലീസ് കൊണ്ടുപോകുകയും ചെയ്യുന്നു. അതായത് പോലീസ് പറഞ്ഞാണ് ഇവർ അയാൾ മരിച്ച വിവരം അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തിന് സംഭവത്തിന് പിന്നാലെ ശക്തൻ വിട്ട് പെട്ടെന്നൊരു ദിവസം നാട്ടിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ചു? തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ എന്തിനു പേടിക്കുന്നു? 1 വർഷക്കാലമായി ഇവർ ഒരു കാര്യവുമില്ലാതെ എന്തിനിവിടെ തുടരുന്നു? ആരും കൊണ്ടുപോകാൻ ഇല്ലാത്തതിനാലാണ് ഇവിടെ കഴിയുന്നതെന്ന് ഇവർ അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇത്ര മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹത മണക്കുന്ന ഈ വിഷയത്തിൽ എന്താണ് സത്യം, എന്താണ് നുണ? എന്തിനാണ് ഇവരിങ്ങനെ നിഗൂഢതകൾ മറച്ചുവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ കഴിയുന്നു? പെണ്ണ് പിടിക്കാൻ വന്നപ്പോഴേ തല്ലിയതാ, ആളെ തല്ലിയപ്പോ അവര് പറയുന്ന ആള് മരിച്ചു പോയി ഇങ്ങനെ പറഞ്ഞ് വക്കീല് പറയും. പാമ്പ് കടിച്ചപ്പോഴേ അതിന്റെ ചോറകി മുറിച്ചത് അതിന്റെ അപ്പൂപ്പൻ. ചോറ എടുത്ത് കളയും. ആൾക്ക് പാമ്പ് കടിക്കുന്ന വിഷം ചോറുണ്ടല്ലോ, അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഗ്ലൂക്കോസും ചോറയും കയറ്റിയ നമ്മുടെ സ്ഥലത്ത് പിന്നെ ആ വിഷം ഉണ്ടാവുമല്ലോ, അതിനെ ഇങ്ങനെ മുറിച്ച്. അത് ചെറുപ്പത്തിൽ അവർ ചെയ്തതാ.
അവർ പഠിപ്പും ഇതില്ലല്ലോ. നമ്മളവിടെ ഇപ്പോൾ ഒരു പിന്ന് കുത്തുന്നപ്പോഴേ എനിക്ക് വേദനയാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരു സൂചി കുത്താൻ പറഞ്ഞാൽ നമ്മൾ കൊത്തിയില്ല. അയ്യോ എനിക്ക് കേട്ടോ സൂചി കേട്ടോ എന്ന് പറഞ്ഞ് പേടിക്കുക. ഇത് ചെറിയ പ്രായത്തിൽ എൻ്റെ അപ്പൂപ്പൻ ചെയ്തതാണ്. പാമ്പ് കളിക്കാൻ പോകും. ആർക്ക്? അന്ന് ചെറിയ ഒരു തീരെ കുഞ്ഞത്. അത് ഓർമ്മയില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് എന്ത് കാര്യമാണ് അച്ഛൻ തന്നെ പറഞ്ഞത്. ഇത് എൻ്റെ കെട്ടിയോൻ്റെ ഇൻസല്, ഇത് എൻ്റെ അമ്മേൻ്റെ, ഇതല്ല ഇത് എൻ്റെ ചേട്ടൻ്റെ, ഇത് എൻ്റെ അമ്മേൻ്റെ, ഇത് എൻ്റെ അച്ഛൻ്റെ, ഇത് എൻ്റെ കൊച്ചുമകളുടെ 3. ഇവർ രണ്ടുപേര് ഞാൻ പറഞ്ഞല്ലോ ഹോസ്റ്റലിരിക്കുന്നത്. ഇതും ഹോസ്റ്റൽ. ഇത് എൻ്റെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ ചെറുക്കൻ്റെ പെൺകൊച്ചിൻ്റെ ഇൻസുൽ ഇട്ടില്ല. ഇത്തരത്തിൽ ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്ത അസഫാക്കാലവും ഇതുപോലെ നമുക്കിടയിൽ കഴിഞ്ഞവനാണ്. അസഫാഖ് മുൻപും പീഡനക്കേസിൽ പ്രതിയായിരുന്നുവെന്നത് ഞെട്ടിക്കുന്നതാണ്. 10 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇയാൾ ഡൽഹിയിൽ 1 മാസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായും ഇത്തരത്തിൽ തെരുവിൽ കഴിയുന്നവരെ ആശ്രിതരായും പരിഗണിച്ച് യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളുടെ പരിശോധനയോ കൂടാതെ ഇവരെപ്പോലുള്ളവരെ നമ്മുടെ തെരുവോരങ്ങളിൽ അഴിച്ചുവിടുന്നതിന് പിന്നിൽ എന്ത് ന്യായീകരണമാണ് ബന്ധപ്പെട്ടവർക്ക് നൽകാനുള്ളത്? ഇത്തരത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേസുകളിൽപ്പെട്ട് നമ്മുടെ നാട്ടിൽ വന്ന് കുടിയേറുന്നവരിൽ നിന്ന് എന്ത് സുരക്ഷയാണ് നമുക്ക് ഒരുക്കുന്നത്? വീണ്ടും ഇരയായും കൊല്ലപ്പെട്ടവരായും വാർത്തകളിൽ നിറയുമ്പോഴാണോ ഈ വിഷയത്തിൽ പോംവഴി കണ്ടെത്തുക?